ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. നമുക്ക് കുറച്ച് സെൻറ്റൻസസ് നമുക്കൊന്ന് ആലോചിച്ചുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്താണ് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. പക്ഷെ നമുക്ക് പറയാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊന്ന് ആലോചിച്ച് ചിന്തിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാനൊരു 2 സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന്, എനിക്ക് അയാളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഇല്ല. ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യം ഇല്ല. ഈ 2 സെൻറ്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയേ നിങ്ങൾ. നോക്കിയോ? അപ്പൊ എനിക്ക് അയാളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഇല്ല. അപ്പൊ എനിക്ക് ധൈര്യമില്ല എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? എനിക്ക് ധൈര്യം എന്നുള്ളതിന് നമുക്ക് ഡെയർ എന്ന് യൂസ് ചെയ്യാം. നമ്മൾ മുമ്പ് പഠിച്ച സെന്റൻസ് ആട്ടോ. അപ്പൊ എന്താണ്? ധൈര്യം ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഐ ഡെയറിങ് എന്നല്ലേ വേണ്ടത്? ഐ ഡെയർ നോട്ട് ആണ് അതിന്റെ ഷോർട്ട് ആണ് ഐ ഡെയറിങ്. ഓക്കെ. അപ്പൊ എനിക്ക് ധൈര്യമില്ല. ഇനി എന്താണ്? അയാളെ അഭിമുഖീകരിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഫേസ് എന്നാണ് അല്ലേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫേസ് ചെയ്യുക. എനിക്ക് അയാളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഐ ഡെയറിന്റ്. ഇനി ഫേസ് അയാളെ, ഹിം. ഓക്കെ. അപ്പൊ ഐ ഡെയറിന്റ് ഫേസ് ഹിം. എനിക്ക് അയാളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. അപ്പൊ എനിക്ക് ധൈര്യമില്ല. ഐ ഡെയറിന്റ്. ഓക്കെ. ഇനി ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. അപ്പൊ ഞങ്ങൾക്ക് ധൈര്യമില്ല. എങ്ങനെ പറയാം? ഞങ്ങൾക്ക് ധൈര്യമില്ല. ഞങ്ങൾ, വി. ഇനി ധൈര്യമില്ല, വി ഡെയറിന്റ് അല്ലെ? വി ഡെയറിന്റ്. ഇനിയോ? അയാളുടെ അടുത്തേക്ക് പോകുക. അപ്പൊ പോകുക എന്നുള്ള വേർബ് ഏതാണ്? ഗോ എന്നാല്. അപ്പൊ വി ഡെയറിങ് ഗോ. ഞങ്ങൾക്ക് പോകാനുള്ള ധൈര്യം ഇല്ല എന്നായിട്ടോ. വി ഡെയറിങ് ഗോ. ഇനി അയാളുടെ അടുത്തേക്ക് എന്നുള്ളത് നമുക്ക് ടു ഹിം എന്ന് പറയാം അല്ലെ? വി ഡെയറിങ് ഗോ ടു ഹിം. ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. വി ഡെയറിങ് ഗോ ടു ഹിം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി അടുത്ത് നോക്കിയേ. നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും? നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും? ഇതെങ്ങനെ നമുക്ക് പറയാം? എത്ര സമയം, എത്ര നേരം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം. ആ എന്താണ്? ഹൗ ലോങ് എന്നല്ലേ? ഹൗ ലോങ്, എത്ര നേരം, എത്ര കാലം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഹൗ ലോങ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം? ഹൗ ലോങ്, എത്ര സമയം. ആ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്നാണ്. അതായത് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ? നീ എന്താണ്? നീ എത്ര സമയം എന്നെ കാത്തു നിൽക്കും, ചെയ്യും അല്ലേ? അങ്ങനെ നമുക്ക് പറയാം. വിൽ യു എന്നാണ് പറയാം അല്ലെ? വിൽ യു. ഓക്കെ. എത്ര സമയം നിങ്ങൾ എന്നെ കാത്തു നിൽക്കും? എങ്ങനെ പറയാം? ഹൗ വിൽ യു. എങ്ങനെ പറയാം? ഹൗ വിൽ യു. ഇനി കാത്തു നിൽക്കുക എന്നുള്ളതിന് വെയിറ്റ്. എന്നെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എങ്ങനെ പറയാം? വെയിറ്റ് for me. അപ്പോൾ how long will you wait for me? How long will you wait for me? How long will you wait for me? എത്ര സമയം നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കും? ക്ലിയർ ആയല്ലോ? മീറ്റിംഗ് എത്ര സമയം വരെ ഉണ്ടാകും? എങ്ങനെ പറയാം? എത്ര സമയം നമ്മൾ എന്താ പഠിച്ചത്? ഹൗ ലോങ്, എത്ര സമയം മീറ്റിംഗ് ഉണ്ടാകും, എത്ര സമയം വരെ മീറ്റിംഗ് നീണ്ടുപോകും എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ ചോദിച്ചു നോക്കാം? ഹൗ ലോങ് വിൽ ഉണ്ടാകും അല്ലെ? ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ്. എത്ര സമയം മീറ്റിംഗ് എന്താണ് ലാസ്റ്റ് ചെയ്ത് പോകും, എത്ര സമയം മീറ്റിംഗ് നീണ്ടുപോകും അല്ലെങ്കിൽ എത്ര സമയം മീറ്റിംഗ് ഉണ്ടാകും എന്നൊക്കെ എങ്ങനെ പറയാം? ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ്. ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ്. നെക്സ്റ്റ്, ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? അപ്പൊ എന്താണ്? എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? എങ്ങനെ. ഹൗ എന്നാണ് അല്ലേ? ഹൗ. ഓക്കെ. ഇനി എങ്ങനെ ചെയ്യും? എങ്ങനെ പറയാം? ഹൗ വിൽ യു. നീ എങ്ങനെ ചെയ്യും? ഹൗ വിൽ യു പരിഹരിക്കും. എങ്ങനെ? ഹൗ വിൽ യു സോൾവ്. ഹൗ വിൽ യു സോൾവ്. എന്ത് സോൾവ് ചെയ്യാ? ഈ പ്രശ്നം. അപ്പൊ എന്താണ് ഈ പ്രശ്നം? ദിസ് പ്രോബ്ലം. ഹൗ വിൽ യു സോൾവ് ദിസ് പ്രോബ്ലം.
ഓക്കെ, അപ്പോൾ ഹൗ വിൽ യു സോൾവ് ദിസ് പ്രോബ്ലം? ഈ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? നെക്സ്റ്റ്, എന്ത് പറഞ്ഞ് നീ അവളെ ആശ്വസിപ്പിക്കും? എന്ത് പറഞ്ഞ്, എങ്ങനെ പറയാം? എന്ത് പറഞ്ഞ്, പറയുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സേ. അപ്പൊ എന്ത് പറഞ്ഞ്, സേ വാട്ട് എന്ന് പറയാൻ പറ്റും. സേയിങ് വാട്ട്, എന്ത് പറഞ്ഞ്, സേയിങ് വാട്ട് എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാണ് അല്ലേ. അപ്പൊ സേയിങ് വാട്ട്, വാട്ട് എന്ത് എന്നല്ല, സേയിങ് വാട്ട് എന്ത് പറഞ്ഞുകൊണ്ട്. ആ, നീ അവളെ ആശ്വസിപ്പിക്കും. എന്ത് പറഞ്ഞുകൊണ്ട് നീ അവളെ ആശ്വസിപ്പിക്കും. അപ്പൊ നീ, ഓക്കെ, സെയിങ് വാട്ട് യു, സെയിങ് വാട്ട് നീ ചെയ്യും, വിൽ, സെയിങ് വാട്ട് യു വിൽ, എന്താണ് ആശ്വസിപ്പിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ, കൺസോൾ എന്നാണ് പറയാ കേട്ടോ, കൺസോൾ. സെയിങ് വാട്ട് യു വിൽ കൺസോൾ അവളെ, ഹർ. സെയിങ് വാട്ട് യു വിൽ കൺസോൾ ഹർ, അവളെ എന്ത് പറഞ്ഞ് നീ ആശ്വസിപ്പിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ, വിൽ യു എന്ന് വെച്ചിട്ട് പറയാം കേട്ടോ. സെയിങ് വാട്ട് വിൽ യു കൺസോൾ ഹർ, സെയിങ് വാട്ട് വിൽ യു കൺസോൾ ഹർ, എന്ത് പറഞ്ഞ് നീ അവളെ ആശ്വസിപ്പിക്കും. അടുത്ത കുറച്ച് സെന്റൻസ് നോക്കേ. എൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ഒന്ന് പറഞ്ഞു നോക്കേ. എൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? നിങ്ങൾ ആദ്യം ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നടിക്കുക. ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എങ്ങനെ പറയാം നമുക്ക്? ഡോണ്ട് ലെറ്റ് എനിവൺ ഇൻ. ഡോണ്ട് ലെറ്റ് എനിവൺ ഇൻ, അല്ലെങ്കിൽ ഡു നോട്ട് ലെറ്റ് എനിവൺ ഇൻ. ആരെയും അകത്തേക്ക് എന്താണ് പ്രവേശിപ്പിക്കരുത്, അനുവാദം കൊടുക്കരുത് എന്നൊക്കെയാണ് കേട്ടോ ലെറ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? ഡോണ്ട് ലെറ്റ് എനിവൺ ഇൻ, ഡോണ്ട് ലെറ്റ് എനിവൺ ഇൻ. ഇനി എൻ്റെ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ എൻ്റെ അനുവാദം കൂടാതെ, കൂടാതെ എങ്ങനെ പറയാം നമുക്ക്? എൻ്റെ അനുവാദം കൂടാതെ, ഇങ്ങനെ കൂടാതെ, വിതൗട്ട്, വിതൗട്ട്, വിതൗട്ട് എൻ്റെ അനുവാദം, മൈ പെർമിഷൻ. അപ്പോൾ വിതൗട്ട് മൈ പെർമിഷൻ, ഡോണ്ട് ലെറ്റ് എനിവൺ ഇൻ വിതൗട്ട് മൈ പെർമിഷൻ. ഓക്കെ, ഡോണ്ട് ലെറ്റ് എനിവൺ ഇൻ വിതൗട്ട് മൈ പെർമിഷൻ. ഓക്കെ, അടുത്ത കൂടെ നോക്കിയേ. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എങ്ങനെ പറയാം? ആരെയും അനുവദിക്കരുത് എന്നുള്ളതിനെ നമ്മൾ പഠിച്ചു, ഡോണ്ട് ലെറ്റ് എനിവൺ. ഓക്കെ, ഡോണ്ട് ലെറ്റ് എനിവൺ, ആരെയും അനുവദിക്കരുത്. ഇനി രക്ഷപ്പെടാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? അതെ, എസ്കേപ്പ് എന്നാണല്ലേ. അപ്പൊ ഡോണ്ട് ലെറ്റ് എനിവൺ എസ്കേപ്പ്. ഡോണ്ട് ലെറ്റ് എനിവൺ എസ്കേപ്പ്. നെക്സ്റ്റ്, ആരെയും പുറത്തു പോകാൻ അനുവദിക്കരുത്. എങ്ങനെ പറയാം? ആരെയും അനുവദിക്കരുത്, ഡോണ്ട് ലെറ്റ് എനിവൺ. പുറത്ത് പോകുക, എന്താണ് പുറത്തു പോകുക? ഔട്ട്, അല്ലേ? അകത്ത് വരിക ഇൻ ആണെങ്കിൽ, പുറത്തു പോകുക ഔട്ട്. അപ്പൊ ഡോണ്ട് ലെറ്റ് എനിവൺ ഔട്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇന്നൊരു 10 സെന്റൻസ് ആണ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ എന്താണ് സ്വയം ആലോചിച്ചെടുത്തിട്ട്, ഒക്കെ നമുക്ക് അറിയുന്ന സെന്റൻസുകളും വാക്കുകളാണ്. കാരണം നമ്മൾ കുറേ ആയിട്ട് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ വേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തനിയെ വന്നു തുടങ്ങും. എന്താണ് അകത്തേക്ക് ഇൻ ആണെങ്കിൽ പുറത്തേക്ക് ഔട്ട് ആണല്ലോ, അല്ലെങ്കിൽ ഇൻസൈഡ് ആണല്ലോ. അകത്ത് എന്ന് പറയുമ്പോൾ ഇൻസൈഡ്, പുറത്ത് എന്താണ് ഔട്ട്സൈഡ് എന്ന് യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് സാവകാശം പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളറിയാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സോ ലെറ്റ്സ് ഫൈൻഡ് ദി ക്ലാസ്, ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് ക്ലാസ് യൂസ്ഫുൾ, like, share, comment and subscribe. Thank you. See you on another video. Till then, take care. Bye bye.